Hello children, welcome to Kids Area Online. രണ്ടാം ക്ലാസ്സിൽ ഇൻ്റഗ്രേഷൻ ഡേ 3 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഈസി ആയിരുന്നല്ലോ. പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. എഴുതിയില്ലേ? എഴുതി. വെരി ഗുഡ്. അപ്പോൾ നിങ്ങളുടെ പാരൻസിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. എന്നാൽ അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവ് സെഷനായിട്ടും റെക്കോർഡ് സെഷനായിട്ടും ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്രിസ്മസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈമിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഇതാണ് വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. 2ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ചോദ്യം, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഭയം വേണ്ട, ജാഗ്രത മതി. നാട്ടിൽ പലതരം രോഗങ്ങൾ, നിപ്പ, കോവിഡ്, ഇനിയും എന്തൊക്കെ? എല്ലാ രോഗങ്ങളും പകരുമോ? രോഗങ്ങളെ പട്ടികപ്പെടുത്തൂ. എല്ലാ രോഗങ്ങളും പകരുന്നതാണോ അല്ലയോ എന്ന് പട്ടികപ്പെടുത്തണം. ഇവിടെ രോഗങ്ങൾ നൽകിയിട്ടുണ്ട്. കോളറ, പ്രമേഹം, ഹൃദ്രോഗം, ചെങ്കണ്ണ്, മഞ്ഞപ്പിത്തം, പല്ലുവേദന, മലമ്പനി, ടൈഫോയിഡ്, എലിപ്പനി, തലവേദന. ഇതിൽ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? കോളറ, ചെങ്കണ്ണ്, മലമ്പനി, ടൈഫോയിഡ്, എലിപ്പനി. പകരുന്ന രോഗങ്ങൾ എടുത്തെഴുതാനായിരുന്നു ഒന്നാമത്തേത്. അതിൻ്റെ കൂടെ തന്നെ പകരാത്ത രോഗങ്ങളും ഇതിൽ നിന്ന് തരംതിരിച്ച് എഴുതണം. പട്ടികപ്പെടുത്തേണ്ടത് പകരുന്ന രോഗവും പകരാത്ത രോഗങ്ങളും ആയിരുന്നു. പകരുന്ന രോഗങ്ങൾ ഇതിൽ കോളറ, ചെങ്കണ്ണ്, മലമ്പനി, ടൈഫോയിഡ്, എലിപ്പനി. പകരാത്ത രോഗങ്ങൾ പ്രമേഹം, ഹൃദ്രോഗം, പല്ലുവേദന, തലവേദന, മഞ്ഞപ്പിത്തം. അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. ഈച്ച പരത്തുന്ന ഒരു രോഗം ഇതിൽ നിന്ന് എഴുതുക. ഈച്ച പരത്തുന്ന ഒരു രോഗം പറഞ്ഞേ. കോളറ. ഏതായിരുന്നു? ഈച്ച പരത്തുന്ന ഒരു രോഗമായിരുന്നു കോളറ. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഇനിയും ഉണ്ട് കേട്ടോ രോഗങ്ങൾ. ഈച്ച പകർത്തുന്ന ഏത് രോഗം, പരത്തുന്ന ഏത് രോഗം വേണമെങ്കിലും എഴുതാം. കോളറ അതിലൊരു രോഗമാണ്. അടുത്ത ചോദിച്ച ചോദ്യം, ഇൻ ദ ഫ്രൂട്ട് ഷോപ്പ്. ഫ്രൂട്ട് ഷോപ്പിൽ ഈറ്റിംഗ് ഫ്രൂട്ട് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ദിയ ആൻഡ് റിജോ റീച്ച് ദ ഫ്രൂട്ട് ഷോപ്പ്. ദിയയും റിജോയും ഫ്രൂട്ട് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് 95 റുപ്പീസ്, ബനാന 60 റുപ്പീസ്, ആപ്പിൾ 90 റുപ്പീസ്, ഓറഞ്ച് 52 റുപ്പീസ്, ഗുവ 35 റുപ്പീസ്, ഗ്രേപ്സ് 64 റുപ്പീസ്, മാംഗോ 40 റുപ്പീസ്. ഓരോ ഫ്രൂട്ട്സിൻ്റെയും പഴങ്ങളുടെയും വില ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ഓരോ കിലോഗ്രാമിനാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് 1 കിലോഗ്രാമിനാണ്. 1 കിലോയ്ക്കാണ് 95 രൂപ. ഇതെല്ലാം 1 കിലോയുടെ പെർ കിലോഗ്രാം. ഓരോ കിലോഗ്രാമിൻ്റെ വിലയാണ് നൽകിയിട്ടുള്ളത്. വിച്ച് ഫ്രൂട്ട് ഈസ് കോസ്റ്റ്ലി? ഇതിൽ വില കൂടിയ ഫ്രൂട്ട് ഏതായിരുന്നു? ഇതിൽ വില കൂടിയ ഫ്രൂട്ട് ഏതാണ്? 95 റുപ്പീസാണ് വില കൂടുതൽ. അത് ഏതിനാ? ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് എഴുതണമായിരുന്നു. എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിജോ ബോട്ട് 1 kilogram of banana and 1 kilogram of grapes. What will be the total amount? 1 കിലോഗ്രാം ബനാനയും 1 കിലോഗ്രാം ഗ്രേപ്സ് മേടിച്ചിട്ടുണ്ട്. ബനാന 60 റുപ്പീസ്, ഗ്രേപ്സ് 64 റുപ്പീസ്. ടോട്ടൽ എത്രയായി? 60 + 64 124 റുപ്പീസ്. How much money is needed for Diya to buy 1 kilogram of mango and 1 kilogram of guava? ദിയയ്ക്ക് 1 കിലോഗ്രാം മാംഗോ വേണം, 1 കിലോഗ്രാം ഗുവ വേണം. ടോട്ടൽ എത്ര രൂപയാവും? 1 കിലോഗ്രാം മാംഗോ 48 റുപ്പീസ്, 1 കിലോഗ്രാം 1 കിലോഗ്രാം ഗുവ 35 റുപ്പീസ്. 48 + 35 83 റുപ്പീസ്. ദിയ പെയ്ഡ് 100 റുപ്പീസ് ടു ദ ഷോപ്പ് കീപ്പർ. 83 രൂപയായി. 83 രൂപയായി. 83 രൂപയായി. ദിയ എത്ര രൂപ കൊടുത്തു ഷോപ്പ് കീപ്പറിന്? 100 രൂപ. ആഫ്റ്റർ ബൈയിങ് മാംഗോ ആൻഡ് ഗുവ, മാംഗോയും ഗുവയും വാങ്ങിയിട്ട് 100 രൂപ കൊടുത്തു. ഹൗ മച്ച് മണി വിൽ ബി ഷോപ്പ് കീപ്പർ ഗീവ് ബാക്ക് ടു ദിയ? ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണം? എത്ര രൂപ കൊടുത്തു? 100 രൂപ. എത്ര രൂപ? ഈ സാധനത്തിന് എത്രയായി? 83.
100 minus 83 is equal to 17 rupees. 17 rupees ഷോപ്പ്കീപ്പർ ദിയയ്ക്ക് തിരിച്ചു കൊടുത്തു. How much more money is needed to buy 1 kilogram banana than 1 kilogram of dragon fruit? ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റാണ്. കാരണം ഡ്രാഗൺ ഫ്രൂട്ടിനാണ് വില കൂടുതൽ, ബനാനയ്ക്ക് വില കുറവാണ്. ബനാന വാങ്ങാനായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും എത്ര രൂപ കൂടുതൽ വേണം എന്നായിരുന്നു ചോദ്യം. പക്ഷേ ഇവിടെ ബനാനയ്ക്ക് 60, ഡ്രാഗൺ ഫ്രൂട്ടിന് 95 ആണ്. തിരിച്ചാണ് വന്നതെങ്കിൽ 35 rupees ആയിരുന്നു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ, എത്ര കൂടുതൽ? റിജോ ഹാസ് 1 50 rupee നോട്ട്, 2 10 rupees നോട്ട് ആൻഡ് 2 1 rupee കോയിൻസ്. റിജോയുടെ കയ്യിൽ 50-ന്റെ ഒരു നോട്ട് ഉണ്ടായിരുന്നു, 10-ന്റെ 10 രൂപയുടെ 2 നോട്ട് ഉണ്ടായിരുന്നു, 1 രൂപയുടെ 2 കോയിൻ ഉണ്ടായിരുന്നു. ഹൗ മച്ച് മണി ഡസ് റിജോ ഹാവ് ഇൻ ടോട്ടൽ? ടോട്ടൽ എത്രയായിരുന്നു? 50 rupees 1, 10-ന്റെ 2 രണ്ടെണ്ണം, അപ്പോൾ 20, 1-ന്റെ 2 എണ്ണം, അപ്പോൾ 2. 50 + 20 + 2 72 rupees. റിജോയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 72 rupees. യു ഹാവ് ഗോട്ട് എ നമ്പർ, റൈറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. നിങ്ങൾക്കൊരു നമ്പർ കിട്ടിയല്ലോ, ഏതായിരുന്നു? 72. അതിനെ പല രീതിയിൽ എഴുതുക. 72 നമുക്ക് എങ്ങനെ എഴുതാം? 7 10s 2 1s എന്ന് എഴുതാം. എന്നിട്ടോ 50 + 22 72, 70 + 2 72, 72 1s 72. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. 7 10s 2 1s ഇതുപോലെ തന്നെ വരും, 72 1s ഇതുപോലെ തന്നെ വരും. അതുപോലെ ഇത് രണ്ടും അഡീഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ. സബ്ട്രാക്ഷൻ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ എഴുതാനായിട്ട് കഴിയുക, 72 ആൻസർ കിട്ടണമെന്നേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറി എഴുതാനായിരുന്നു. ഡയറി എഴുതാൻ നല്ല ടീച്ചർ പറഞ്ഞിരുന്നു, ഡേറ്റ് എഴുതണം, എങ്ങനെയാണ് ഡേറ്റ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിണ്ടനെലി കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിലെത്തിയതും സുഗന്ധമുള്ള ചെടി കണ്ടതും അത് കൈക്കലാക്കി തിരിച്ചു വന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ആ ദിവസത്തെ അനുഭവങ്ങൾ ചേർത്ത് ചിണ്ടനെലിയായി സങ്കല്പിച്ച് ഡയറി എഴുതൂ. അന്ന് ചിണ്ടനെലി എന്തൊക്കെ ചെയ്തു, അത് നിങ്ങളാണ് ചെയ്തതെന്ന് സങ്കല്പിച്ച്, നിങ്ങൾ ചിണ്ടനെലിയായിട്ട്, അതായത് ചിണ്ടനെലി ചെയ്തത് അത് നിങ്ങൾ ചെയ്തതായിട്ട് സങ്കല്പിച്ച് ഡയറി എഴുതൂ. ആ ദിവസത്തെ ഡയറി. അപ്പോൾ എന്നാണ് ചെയ്തത് എന്നുള്ള ഡേറ്റ് എഴുതുക. എന്നിട്ട് എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമായിരുന്നു, ഞാനിന്ന് കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിൽ പോയി, അവിടെ നല്ല സുഗന്ധമുള്ള ചെടി കണ്ടു, ആ ചെടി കൈക്കലാക്കാൻ എനിക്ക് ആഗ്രഹം തോന്നി, ഞാനത് കൈക്കലാക്കാനായിട്ട് ശ്രമിച്ചു, അതെങ്ങനെയാണ് കൈക്കലാക്കിയതെന്നും എഴുതി. അതായിരുന്നു നിങ്ങളുടെ ഡയറി എഴുതേണ്ടത്. സങ്കല്പിച്ച് ഡയറി എഴുതണം. എഴുതിയല്ലോ? എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 2ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിരുന്നു, എല്ലാവരും നല്ലതുപോലെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ട്യൂഷൻ്റെ കാര്യം മറക്കേണ്ട. ട്യൂഷൻ ക്രിസ്മസ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈമിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ലൈവ് സെഷനായിട്ടും റെക്കോർഡ് സെഷനായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.